ആമേൻ. അവൻ നമ്മെ വിട്ട് മാറുന്ന ദൈവമല്ല. നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ആശ്വസിപ്പിച്ച് നമ്മെ സ്വാന്തനിപ്പിച്ച് സമാധാനിപ്പിച്ച് നീതിയുടെ പാതയിൽ നടത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം വായിച്ച വചനം ഇതാണ്, തള്ളിക്കളഞ്ഞ കല്ല്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ആ കല്ലിനെ കൊണ്ട് ദൈവത്തിന് പ്രയോജനമുണ്ട്. ആമേൻ. അതാണ് മൂലക്കല്ലായി തീരുന്നത്. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, സുവിശേഷ നിമിത്തം തള്ളിയതാണെങ്കിൽ ആ കല്ലുകൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. കല്ലെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാനും നിങ്ങളുമാണ് പ്രിയ ദൈവമക്കളെ. കർത്താവിന്റെ ആലയത്തിന് വേണ്ടി പ്രയോജനമുള്ള ഈ കല്ലുകളാണ്. അവർക്കാണ് ഈ പ്രതികൂലം, അവരെയാണ് തള്ളിക്കളയുന്നത്, അവരെയാണ് ഒറ്റപ്പെടുത്തുന്നത്. എനിക്ക് ആരുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരോട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആരുമില്ലെന്നല്ല മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ അത് ശ്രേഷ്ഠമുള്ളതായി മാറ്റുവാൻ, അനേകർക്ക് മധുരമായി മാറ്റുവാൻ, അനേകർക്ക് ആശ്വാസമായി മാറ്റുവാൻ എന്റെ ദൈവം, എന്റെ സർവശക്തനായ ദൈവത്തിന് കഴിയും. ആമേൻ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം വായിച്ചെന്നെ സഹായിപ്പിക്കണമേ. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായം 23-ഉം 24-ഉം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 23-24 വാക്യം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏശാവിന്റെ കൈകൾ പോലെ രോമമുള്ളവയാകൊണ്ട് അവൻ തിരിച്ചറിയാതെ അവനെ അനുഗ്രഹിച്ചു. നീ എന്റെ മകൻ ഏശാവ് തന്നെയെന്ന് അവൻ ചോദിച്ചതിന് അതെ എന്ന് പറഞ്ഞു. 39-ാം അധ്യായം. യഹോവ അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെയും സഫലമാകൊണ്ട് അവന്റെ കൈക്കീഴിലുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല. ഞാൻ തന്നെ വായിക്കാം. 37-ാം അധ്യായം തന്നെയാണ്. 37-ന്റെ 23, 24 സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയെങ്കി അവർ ഊരി അവനെ എടുത്ത് ഒരു കുഴിയിലിട്ടു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയായിരുന്നു. അവർ ഭക്ഷണം കഴിപ്പാനിരുന്നപ്പോൾ തലപൊക്കി നോക്കി ഗിലെയാദിൽ നിന്ന് സാമ്പ്രാണിയും. മതി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവിന്റെ ദാസ്യദേവ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുന്നത്, ആമേൻ, ജോസഫിന്റെ അങ്കിയെ അഴിച്ച് അവർ പൊട്ടക്കുഴിയിലിടുന്ന, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നിലയെങ്കി അവർ ഊരി അവനെ എടുത്ത് ഒരു കുഴിയിലിട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമുക്കറിയാം ജോസഫിന്റെ ജീവിതത്തിൽ തള്ളപ്പെട്ട ഒരു വ്യക്തിയാണ്. ആമേൻ. സഹോദരന്മാരാൽ വെറുക്കപ്പെട്ടവനാണ്. എന്തുകൊണ്ട് വെറുക്കുന്നു എന്ന് തോന്നിയാല് നമുക്ക് ഈ ജോസഫിന്റെ ഈ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, ഈ ജോസഫ് എന്ന വ്യക്തി ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവനായിരുന്നു, ദൈവവുമായിട്ട് നല്ലൊരു ബന്ധമുള്ളവനായിരുന്നു, താൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ആമേൻ. സ്തോത്രം. ദർശനം കാണുന്നവനായിരുന്നു. ഹല്ലേലൂയ. ഇത് കണ്ടപ്പോൾ സഹോദരന്മാർക്ക് ജോസഫിനോട് അസൂയ തോന്നി എന്ന് നാം ഒറ്റ വാക്കിൽ പറയാം. ആമേൻ. അപ്പോൾ ആമേൻ. സ്തോത്രം. അസൂയ തോന്നിയപ്പോൾ അപ്പനൊരു ഏറ്റവും നല്ല നിലയെങ്കി ഈ മകന് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഈ ചരിത്രം. എന്നാൽ ഇതിനെ അവർ ഊരി മാറ്റി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ജോസഫിന് അപ്പം കൊടുത്ത നിലയെങ്കിയെ സഹോദരന്മാർ ഊരി മാറ്റിയപ്പോൾ, ആമേൻ, സ്തോത്രം, ഞാൻ ഒന്ന് സഹോദരിമാരോട് പറയാം, ആമേൻ, ഇന്ന് പകൽക്കാലം ഇവിടെ കൂടുതലും സഹോദരിമാരാണ്. ആമേൻ. സ്തോത്രം. നമ്മുടെ നിലയെങ്കി എന്താണ്? രക്ഷയുടെ സന്തോഷം. ആമേൻ. ഇതിനെ മാറ്റിക്കളയാൻ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ നമ്മൾക്ക് നേരെ കടന്നു വന്നാലും, ആമേൻ, കൂടെ ജനിച്ച സഹോദരങ്ങൾ നമുക്കെതിരെ വന്നാലും, ആമേൻ, പുതിയ നിയമത്തിൽ പറയുന്നു, അവന്റെ വീട്ടുകാർ തന്നെ അവന് ശത്രു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഹല്ലേലൂയ, നമുക്കെതിരെ കടന്നു വന്ന, നമുക്കെതിരെ നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കളയുവാൻ, കർത്താവ് തന്ന സമാധാനത്തെ ഇല്ലായ്മ ചെയ്തു കളയാൻ സഹോദരന്മാർ വന്നാലും, കൂടെയുള്ളവർ വന്നാലും, കൂട്ടുകാർ വന്നാലും, കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരായാലും, നമ്മുടെ സഭയിലുള്ളവരായാലും, നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കളയുവാൻ
കർത്താവ് നമുക്ക് തന്ന രക്ഷയുടെ സന്തോഷം അപ്പൻ മകന് കൊടുത്ത നിലയെങ്കിൽ അവർ ഊരുകയാ. ഹല്ലേലൂയ. എന്തിനാ ഊരുന്നെന്നറിയാമോ? അത് അവർക്ക് വേണം, അത് വിലപിടുത്തമുള്ളതാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രക്ഷയുടെ സന്തോഷം ഏറ്റവും വിലപിടുത്തമുള്ളതാ കേട്ടോ. ആമേൻ, സ്തോത്രം. നാം കർത്താവിന്റെ കയ്യിൽ സുരക്ഷിതരാ. അവിടത്തെ കയ്യിൽ നിന്ന് നമ്മെ പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയത്തില്ല. കർത്താവ് നമ്മെ സുരക്ഷിതമാക്കിയാണ് ആ കയ്യിൽ വെച്ചിരിക്കുന്നത്. ഈ അപ്പൻ തന്ന നിലയെങ്കിൽ ആമേൻ ഊരി മാറ്റി ജോസഫിനെ കുഴിയിലേക്ക് ഇടുവാൻ, ഹല്ലേലൂയ, അവരുടെ ശ്രമമാ. ഓർത്തോണം, വെള്ളമില്ലാത്ത പൊട്ടക്കുഴി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ വെള്ളമുണ്ടായിരുന്നെങ്കിൽ ജോസഫ് ജീവനോടെ വരാൻ സാധ്യമല്ലാഞ്ഞു. എന്നാൽ നമുക്കറിയാം, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഈ പൊട്ടക്കുഴിയിൽ എടുത്തിട്ടു അപ്പോഴും ജോസഫിന്റെ ഹൃദയം ദൈവമായിട്ട് ഞാൻ എൻ്റെ ഭാവനയിൽ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. അപ്പോഴും ജോസഫ് ദൈവത്തോട് ആമേൻ സ്നേഹമുള്ളവനും ആമേൻ ദൈവവുമായിട്ട് നല്ല ബന്ധമുള്ളവനും ദൈവത്തിൽ അകന്നു പോകാത്തവനുമായിരുന്നു എന്ന് വേണം നമുക്ക് അതിനകത്ത് നോക്കുവാൻ കഴിയും, മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം എന്ന് പറയാം, ആമേൻ, നമ്മുടെ അങ്കി അവർ അഴിച്ചെടുത്താലും കുഴിയിലേക്ക് ഇട്ടാലും രക്ഷയുടെ സന്തോഷം കെടുത്തിക്കളയുമെന്ന് ശത്രു എത്ര വാത് കെട്ടിയാലും നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ പ്രതിസന്ധികൾ നമുക്ക് നേരിട്ടാലും ആമേൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ദൈവമേ എന്താ ഇതെന്ന് നമ്മൾ ചോദിക്കുന്ന ആമേൻ ദൈവസനിൽ കൈമലർത്തുന്ന ചിലരോട് ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്നെ ഒരു രാജകൊട്ടാരത്തിൽ കൊണ്ടെത്തിക്കണമെങ്കിൽ, നീ ശ്രേഷ്ഠമായ അധികാരിയായി തീരണമെങ്കിൽ, ദൈവത്തിന് ശ്രേഷ്ഠവും മാന്യമായി തീരണമെങ്കിൽ ഇതിലൂടെ കടന്നു പോയേ മതിയാവൂ. ഹല്ലേലൂയ. സഹോദരന്മാരാൽ ഒറ്റപ്പെടണം. ആമേൻ, കുഴിക്കകത്ത് ഇറങ്ങണം. അത് പൊട്ടക്കുഴിക്കകത്ത് ഇറങ്ങണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നാം ഒന്ന് തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ ധാരണീയ പ്രയാസത്തോട് ഭാരത്തോട് ഇരിക്കുന്നവര് ഒന്നുകൂടെ ശക്തി പ്രാപിക്കേണ്ടതാണ്, ഒന്നുകൂടെ ബലം പ്രാപിക്കേണ്ടതാണ്. ആമേൻ, പൊട്ടക്കുഴി കണ്ട് ആമേൻ ഒറ്റപ്പെടൽ കണ്ട് മാറിപ്പോകരുതേ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നീങ്ങി പോകരുതേ എന്ന് പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയാം. ഹല്ലേലൂയ. ആരെങ്കിലും ഞാൻ ഇനി കർത്താവിലേക്ക് നിൽക്കണമോ, ഞാൻ വന്ന വഴിയിലേക്ക് പോകണമോ? ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ആരും കഷ്ടത കണ്ട് ആമേൻ പ്രതിസന്ധി കണ്ട് സഹോദരന്മാരുടെ ഉപദ്രവം കണ്ട് നിങ്ങൾ മാറിപ്പോകരുത്. പ്രിയ ദൈവമക്കളെ, കർത്താവിനോട് അടുത്ത് നിൽക്കണം. കാരണം ഇന്നാളുകളിലെ വിശ്വാസത്തിന്റെ പരിശോധനകൾ ആമേൻ, സ്തോത്രം, നിലനിൽക്കുമോ എന്ന് ആമേൻ നാം ദൈവം നമ്മെ പരിശോധിക്കേണ്ട കാലഘട്ടങ്ങളാണ്. എല്ലാവരും അതിനകത്ത് ഒന്നുകൂടെ ധൈര്യപ്പെട്ട് ഉറപ്പായി നിൽക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അതിന്റെ തന്നെ ആമേൻ ഉൽപ്പത്തി പുസ്തകം 37:28 വാക്യം ഒന്ന് വായിച്ചാലും, ആമേൻ, സ്തോത്രം, 28-ാമത്തെ അധ്യായം, അല്ല സോറി 37-ാമത്തെ അധ്യായം. അത് തന്നെ കടന്നു പോകുമ്പോൾ അവർ യോസഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇശ്മായേല്യർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ആദ്യം കണ്ടതുപോലെ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, തള്ളിക്കളഞ്ഞ കല്ലാണ്. ആമേൻ, തള്ളിക്കളഞ്ഞ കല്ലാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം, കുഴിയിലിട്ടു. അത് പൊട്ടക്കുഴിയായിരുന്നു. അവിടുന്ന് വലിച്ചു കയറ്റി ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഇശ്മായേല്യർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. ഹല്ലേലൂയ. നമ്മൾ ഓർക്കണം, യേശു കർത്താവിനെ 30 വെള്ളിക്കാശിന് ഇസ്കരിയോത്താവ് ഒറ്റിക്കൊടുത്തുവെങ്കിൽ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നാം ഓർക്കണം 20 വെള്ളിക്കാശിന് ഇവിടെ ജോസഫിന് ആമേൻ വിറ്റുകളയുകയാണ്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നാം സ്നേഹിച്ചവർ ഹല്ലേലൂയ എത്രയോ പ്രാവശ്യം നമ്മൾ ഒറ്റിക്കൊടുത്തിട്ടുണ്ടില്ലേ, അപവാദം പറഞ്ഞിട്ടില്ലേ, നുണ പറഞ്ഞിട്ടില്ലേ, നീ ചിന്തിച്ച കാര്യം പോലുമല്ല, നീ മനസ്സിൽ കണ്ട കാര്യം പോലുമല്ല, അങ്ങനെ അപവാദം നമുക്ക് നേരെ വന്നില്ലേ? പ്രിയ ദൈവമക്കളെ, നമുക്ക് ഇതൊക്കെയാണ് പൊട്ടക്കുഴി, ഇതൊക്കെയാണ് നമ്മളെ ഒറ്റിക്കൊടുക്കുന്നത്, ഇതാണ് നമ്മളെ വിൽക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആരും ഇത് കണ്ട് ഭയപ്പെട്ടു പോകരുത്. ഇതിന്റെ പിന്നിലുള്ള നിത്യധനം ആമേൻ ആത്മസന്തോഷം അനുഭവിക്കണമെങ്കിൽ ഈ കഷ്ടതയിലൂടെ കടന്നു പോകണം, ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകണം, ദൈവഹിതപ്രകാരം കടന്നു പോകണം. ആമേൻ, സ്തോത്രം. മിഥ്യാനിയ കച്ചവടക്കാർക്ക് ജോസഫിനെ കുഴിയിൽ നിന്ന് കയറ്റി ഇസ്മായേല്യർ 20 വെള്ളിക്കാശിന്. ഹല്ലേലൂയ. ഇസ്മായേല്യർ ആരാന്ന് നമുക്കറിയാം, ഗാഗാറിന്റെ സന്തതി. ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ദൈവത്താന്റെ ജഡത്തിന്റെ സന്തതി, ജാരസന്തതി
പദ്ധതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്കറിയാം വലിയ കച്ചവടക്കാരനാണ്. ആമേൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ആമൻ യഹോവയായ ദൈവം ഇസ്മായിലിനോട് പറഞ്ഞു, ഞാൻ നിന്റെ മകനെ ഗാഗാറിനോട് പറഞ്ഞു ഇവനെ വലിയൊരു ജാതിയാക്കുമെന്ന്. ആമേൻ സ്തോത്രം. ഈ അനുഗ്രഹം കിടപ്പുണ്ട് എങ്കിലും ആമേൻ സ്തോത്രം ചെയ്യുന്നു, ഇസ്മാലിയരാണ് ഹാലേലൂയ ജോസഫിനെ വിലയ്ക്ക് വാങ്ങുന്നത്. ഹാലേലൂയ ആമേൻ സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന് ഉൽപ്പത്തി 31:1 ഇവിടെ എടുത്തു വെച്ചേക്കണേ. ആമേൻ പറയുമ്പോൾ വായിച്ചാൽ മതി. ആമേൻ ഈ പൊട്ടക്കുഴിയില് ആമേൻ ഈ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് ഈ കച്ചവടക്കാർ ഹാലേലൂയ വാങ്ങുമ്പോൾ, പ്രിയ ദൈവമേക്കും ശ്രേമിയരായ ഈ ജനത്തിന്റെ മുൻപില് ഹാലേലൂയ ജോസഫ് സ്വന്തം സഹോദരന്മാരെ കൂടെ ജനിച്ചവരാ, ഒരപ്പന്റെ അമ്മയുടെ മക്കളിൽ ജനിച്ചതാ. ആമേൻ അവരാണ് ഈ ഉപദ്രവിക്കുന്നത്. ഹാലേലൂയ കർത്താവിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, കാൽവറിയിലെ രക്തബന്ധം എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം ഈ ലോകത്തിലെ രക്തബന്ധമല്ല, കാൽവറിയിലെ രക്തബന്ധം എല്ലാം ഒന്നാണ്. യേശു ക്രിസ്തുവിന്റെ ബ്ലഡ് നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകി ചെന്നപ്പോൾ നാം എല്ലാവരും ഒരപ്പന്റെ മക്കളാണ്. ആമേൻ അവിടെ തംശികളാണ്. ഹാലേലൂയ ആമേൻ സ്തോത്രം. ഇന്ന് ഞാൻ പകൽക്കാലം നിങ്ങളോട് പറയാം, ആമേൻ നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ, സഹോദരന്മാർ തള്ളിക്കളയുമ്പോൾ, സഹോദരിമാർ വേദന അനുഭവിക്കുമ്പോൾ, നമ്മെ ദുഃഖിപ്പിക്കുമ്പോൾ, ഇല്ലായ്മ പറയുമ്പോൾ, ബോഷ്ക്ക് പറയുമ്പോൾ, നുണ പറയുമ്പോൾ, ഹാലേലൂയ സന്തോഷിച്ച് തുള്ളുവാൻ കഴിയണം. ഹാലേലൂയ ആമേൻ സ്തോത്ര. അപ്പൻ ഹാലേലൂയ കൊടുത്ത നിലയെങ്കിൽ ഊരി കുഴിയിൽ ഇട്ടപ്പോൾ ആമേൻ സ്തോത്രം ചെയ്യുന്നു. ആമേൻ ജോസഫ് ദൈവമായിട്ടുള്ള ബന്ധം കളഞ്ഞില്ല. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്നവര് ഈ ബന്ധത്തിൽ നിലനിൽക്കുവാൻ ആമേൻ തള്ളിക്കളഞ്ഞ കല്ല് ശ്രേഷ്ഠമായി തീരണമെങ്കിൽ നാം ഇതിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമാണ്. ഉൽപ്പത്തി പുസ്തകം 39:1 കൂടെ വായിച്ചാട്ടെ. ആമേൻ പ്രൈസ് ദി ലോർഡ്. 39:1. എന്നാൽ യോസേഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടേക്ക് കൊണ്ടുവന്ന ഇസ്മായേല്യരുടെ കയ്യിൽ നിന്ന് ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പൊത്തിഫേർ എന്ന ഒരു മിസ്രൈമ്യർ അവനെ വിലയ്ക്ക് വാങ്ങി. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ. ആമേൻ സ്തോത്രം. യോസഫിനെ ആമേൻ ഇസ്മായിലർക്ക് വിറ്റപ്പോൾ തന്നെ ദൈവം അടുത്തൊരു വ്യക്തി അവിടെ കരുതിയിട്ടുണ്ട്. ആമേൻ സ്തോത്രം. ജോസഫിന്റെ സംരക്ഷണത്തിനായി. ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കണം, ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വന്നാലും അതിന്റെ പിന്നിൽ ഒരു കരുതൽ നമുക്ക് വേണ്ടി ഉണ്ടായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ കർത്താവിന് സ്തോത്രം. മിസ്രൈമ്യർ വിലയ്ക്ക് വാങ്ങി, അതാണ് എന്റെ ചോദ്യം. പോത്തിഫാറിന്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ പോത്തിഫാർ എന്ന ഒരു മിസ്രൈമ്യൻ അവനെ വിലയ്ക്ക് വാങ്ങി. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ എത്ര കാശിന വാങ്ങിയെന്ന് അതിനകത്തില്ല. പക്ഷെ ഞാൻ പറയാം, പ്രിയ ദൈവമക്കളെ, വിലയ്ക്ക് വാങ്ങിയത് എന്തിനാണെന്നറിയാമോ? ദൈവം ജോസഫിനെ മാനിക്കാൻ പോകുക. ഹല്ലേലൂയ. നമ്മെ ഓരോരുത്തരെയും ഈ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തം തന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ആമേൻ സ്തോത്രം. ഈ സമാധാനം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുമ്പോൾ ആമേൻ വെറുതെയല്ല. നമ്മുടെ തലമുറകളെ ഒന്നിനെ കൊടുക്കുമോ? ആമേൻ സ്തോത്രം. പിതാവ് തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നെ താൻ ആദരിക്കാതെ എല്ലാവർക്കും വേണ്ടി തന്ന ദൈവം ഹല്ലേലൂയ സ്തോത്രം. വിലയ്ക്ക് ആമേൻ തന്റെ രക്തം മുഴുവനും ഊറ്റി നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ആമേൻ. ജോസഫിനെ ഇവിടെ പോത്തിഫാർ വിലയ്ക്ക് വാങ്ങി കൊണ്ടുപോവുകയാ രാജകൊട്ടാരത്തിലേക്ക് പോകുവാൻ. ഹല്ലേലൂയ. എന്റെ ചിന്ത തള്ളിക്കളഞ്ഞ കല്ലാണ്. ആമേൻ സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, ജോസഫിന് അവിടെയും പ്രതിസന്ധി വന്നു. ആമേൻ അവിടെയും വീഴ്ത്തുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ശത്രു ഒരുക്കിയെങ്കിലും അതിനകത്ത് പെട്ടുപോകാതെ, അത് മറ്റൊരു വിഷയത്തിലേക്ക് പിന്നെ നമുക്കത് ചിന്തിക്കാം. അങ്ങനെ അവിടെ പെട്ടുപോകാതെ ജോസഫ് ഉറച്ചു നിൽക്കുവാൻ ഇടയായി. ദൈവം ജോസഫിന്റെ കൂടെ ഇരുന്നു. ആമേൻ സ്തോത്രം. നാം ഓർക്കണമേ, ഞാൻ ഒരു ഉറപ്പ് നിങ്ങളോട് പറയാം. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, ഇനി ചിലപ്പോ നമ്മളിലുള്ള കുറവ് കൊണ്ടൊരു പ്രശ്നം വന്നാലും, നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് മാറാതെ ദൈവത്തോട് പറ്റി നിന്നാലുണ്ടല്ലോ, ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്നാലുണ്ടല്ലോ, കർത്താവ് നമ്മെ അതിന്റെ എല്ലാറ്റിലും പോക്കുവഴി തരും. നമ്മെ അതിനകത്ത് നിന്ന് വിടിവിക്കുവാൻ ഇടയാകും. ശക്തിയോടെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 40-ാമത്തെ വാക്യം. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 40-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പിന്നെ അവൻ തന്റെ വടിയെടുത്ത് തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലും തിരഞ്ഞെടുത്ത് ഇടയസഞ്ചിയായ പൊക്കണത്തിലിട്ടു. കയ്യിൽ കവണയുമായി ഫെലിസ്ത്യനോട് അടുത്തു.
ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഇവിടെ 5 കല്ല്, ഇവിടെ കല്ലുകളെ കുറിച്ചാണ് കാണുന്നത്. 5 കല്ല് എന്ന് നാം ഉദ്ദേശിക്കുമ്പോൾ ആമേൻ, പിന്നെ അവൻ തന്റെ വടിയെടുത്ത് തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ല്. ഹല്ലേലൂയ. നമുക്കറിയാം ദാവീദ്, ആമേൻ സ്തോത്രം, ആ ദാവീദും ഇതുപോലെ തള്ളപ്പെട്ട ഒരു വ്യക്തിയാ. ആമേൻ സ്തോത്രം. ചിന്തിക്കണമേ, സഹോദരന്മാർ ഒറ്റപ്പെട്ടവനാ. ആമേൻ. ഹല്ലേലൂയ. കാട്ടിലായിരുന്നു അവന്റെ ജീവിതം, ആടുകളെ മേയ്ക്കുന്നവനായിരുന്നു ദാവീദ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദാവീദിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവശക്തിയും ഉണ്ടായിരുന്നു. ഞാൻ ഇത് വായിച്ചപ്പോ എന്നെ ദൈവം മനസ്സിലാക്കി തന്ന ഒരു കാര്യം, കാട്ടിൽ വെച്ച് തന്നെ, ആമേൻ സ്തോത്രം, കാട്ടിൽ വെച്ച് തന്നെ ദാവീദിനെ ദൈവത്തിന്റെ ശുശ്രൂഷ അഭ്യസിക്കുകയായിരുന്നു. ഹല്ലേലൂയ. എങ്ങനെയൊക്കെയാണ് ശത്രുവിനോട് എതിർക്കണമെന്നും എങ്ങനെയാണ് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നും ഒക്കെ ദൈവം ദാവീദിനെ അഭ്യസിപ്പിച്ചു കൊണ്ടിരുന്നു. നമുക്കറിയാം, ഒരിക്കൽ ഒരു കരടിയും ഒരു സിംഹവും നേരെ വന്നപ്പോൾ അതൊക്കെയും നിസാരം പോലെ വലിച്ചു കീറി അതിന്റെ മേൽ ജയം ദൈവം കൊടുത്തതാ, സ്വന്തം കഴിവല്ല. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ ശക്തിയാ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ഒരവസ്ഥയാ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ മുമ്പിൽ ഒരു പ്രതിസന്ധി വരാതെ എങ്ങനെയാണ് നാം അതിനെ നേരിടും? ഹല്ലേലൂയ. ഒരു പ്രതികൂലം നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മൾ അതിനെ നേരിടണമെങ്കിൽ നമുക്കൊരു അഭിഷേകം വേണം. ആ അഭിഷേകം, ആ പ്രതിസന്ധി തന്നിട്ട് ദൈവം നമുക്ക് ശക്തി തരും. ആമേൻ സ്തോത്രം ചെയ്യുന്ന ദാവീദിനെ പോലെ അതിനെ കീറിക്കളയുവാൻ. ഹല്ലേലൂയ. ഇവിടെ ഇടയ സഞ്ചി, അതിന്റെ താഴെ വായിക്കുമ്പോൾ പറയുന്നു 5 കല്ല്. ആമേൻ. അതൊരു ഇടയ സഞ്ചിയെ കാണിക്കുന്നു. ആമേൻ സ്തോത്രം. ഞാൻ പറയാം, ആ ഇടയ സഞ്ചി എന്താണെന്നറിയാമോ? പ്രാർത്ഥനയുടെ ശക്തിയാണ്. റമന ശഗദനവ ഉദ്ധമനവരവൽ ഖമനവരക വൈഡവനവരവ ശാന്തൽ ഖമനയ. ഞാൻ പറയാം, അവിടെ 5 കല്ലും അവിടെ ഇടയ സഞ്ചിക്കകത്തിരുന്ന് ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുകയാ. എന്തുകൊണ്ടെന്ന് അറിയാമോ? ഇതിൽ ഒരു കല്ല് യുദ്ധത്തിന് പോകേണ്ടതുണ്ട്. ആമേൻ സ്തോത്രം. ആ യുദ്ധത്തിന് പോയി ജയിച്ചു വരുവാൻ, ആമേൻ മിസ്രൈമിനെ തകർത്തു വരുവാൻ, ആമേൻ സ്തോത്രം, മറ്റെല്ലാ കല്ലുകളും ഇരുന്ന് പ്രാർത്ഥിക്കുക. ഇടയ സഞ്ചി. ആമേൻ. ഇന്നാളുകളിൽ നമുക്ക് പ്രിയ ദൈവമക്കളെ, ഞാൻ എന്റെ ദൈവം എനിക്ക് തന്ന ഒരു ചിന്തയാണ്, നാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതുണ്ടല്ലോ. ആമേൻ. ഈ മീറ്റിംഗിൽ എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു ഒരു 3/4 മണിക്കൂർ നേരമെങ്കിലും പ്രാർത്ഥനയുണ്ടെന്നാ. ഹല്ലേലൂയ. ഇത് പ്രാർത്ഥന വെറുതെയല്ല. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ടിരുന്ന 21 വ്യക്തിത്വങ്ങൾക്ക് ദൈവം തലമുറകളെ നൽകി എന്ന് കേൾക്കുവാനിടയായി. എത്ര പേർക്കാണ് ഇത് സന്തോഷമുണ്ട്? ദൈവം, ഒരു കുഞ്ഞില്ലാത്ത ഒരു വിഷമം എത്ര ഭയങ്കരമാ, ഭീകരമാന്നറിയാമോ? ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഞാൻ അനേക സഹോദരിമാരെ കണ്ടിട്ടുണ്ട്. ആമേൻ സ്തോത്രം. തലമുറയില്ലാത്ത അമ്മമാരുടെ വിഷമം, മക്കളുടെ വിഷമം. ആമേൻ സ്തോത്രം. എന്റെ പ്രിയ ദൈവമക്കളെ, 4 പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നമ്മ ഇതിനകത്ത് ആമേൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സഹോദരിയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് നിങ്ങൾ ഓർക്കണം. ആമേൻ. അതിനകത്ത് ദൈവം നിന്നെ ശുശ്രൂഷ അഭ്യസിക്കുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവര് ആമേൻ ആരായാലും നിങ്ങൾ ഓർക്കണം, നിങ്ങൾ പ്രാർത്ഥിച്ചത് സംഭവിച്ചാലുണ്ടല്ലോ, ഒരു ശുശ്രൂഷ ദൈവം നിന്നെ ഭരമേൽപ്പിക്കുകയാ. ഇന്ന് പകൽക്കാലം ആമേൻ ദാവീദിനെ ആർക്കും വേണ്ടാത്ത സഹോദരന്മാർ ഒറ്റപ്പെടുത്തിയ ഈ ദാവീദിനെ കാട്ടിൽ കൊണ്ടുവച്ച് കർത്താവ് ശുശ്രൂഷ അഭ്യസിപ്പിച്ച് കൊണ്ടുവന്ന് ആമേൻ സ്തോത്രം ചെയ്യുന്ന മിസ്രൈമിയ ശക്തിയുടെ മുൻപാകെ ദാവീദിനെ നിർത്തുകയാണ്. ഹല്ലേലൂയ. സമയം ഓടിപ്പോകുന്നത് കൊണ്ട് ആമേൻ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. ആമേൻ. ദൈവം കൊണ്ടുവന്ന് നിർത്തുകയാ. എന്തിനാന്നറിയാമോ? യുദ്ധം ചെയ്യാന്. 4 കല്ലുകൾ ഒരുമിച്ച് ഇടയ സഞ്ചിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുമ്പോൾ മറ്റുള്ളവരിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ, ആ പോകുന്ന വ്യക്തിയിലേക്ക് ദൈവ സാന്നിധ്യം ഇടയാകും, ഇറങ്ങുവാനിടയാകും, ശുശ്രൂഷാനുഗ്രഹമായി തീരുവാനിടയാകും, ആത്മാക്കൾക്ക് വിടുതലായി തീരുവാനിടയാകും, രക്ഷയുടെ മഹത്വം വെളിപ്പെടുവാനിടയാകും. ശക്തമായി പ്രാർത്ഥിക്കണം. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന ചില ആന്റിമാരോട് ഇവിടെ ആത്മഭാരത്തോടെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രാർത്ഥന കേട്ടാൽ, ഇതിനു മുമ്പ് ഈ മെസ്സേജിന് മുമ്പ് ഒരു സഹോദരി പ്രാർത്ഥിച്ച്, എനിക്കറിയാം, ആത്മനിറവോടെയാ പ്രാർത്ഥിച്ചത്, ആത്മ സാന്നിധ്യത്തോടെയാ പ്രാർത്ഥിച്ചത്, ഹൃദയ നുറുക്കത്തോടെയാ പ്രാർത്ഥിച്ചത്. ആ സാന്നിധ്യം ഞാൻ അനുഭവിക്കുകയാണ്. ആ ആന്റിയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും. പ്രാർത്ഥനയുടെ ഒരു അധികാരം തന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് വ്യാപാരം ചെയ്യുമ്പോൾ അടുത്തത് ദൈവം നിനക്ക് തരുവാനിടയാകും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം, സ്തോത്രം. ആമേൻ. ഇടയ സഞ്ചിയിലെ കല്ല് യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഹല്ലേലൂയ. പൊക്കണത്തിൽ ഇട്ടു, കയ്യിൽ കവണയുമായി ഫെലിസ്ത്യനോട് അടുത്തു. ഹല്ലേലൂയ.
അപ്പോഴും ശത്രു വെല്ലുവിളിക്കുകയാണ്. ആമേൻ സ്തോത്രം. ഈ ദാവീദിനെ തകർത്ത് കളയുവാൻ ശത്രുവിന് പദ്ധതിയുണ്ട് ഇതിന്റെ പുറകില്. എന്നാൽ ദാവീദിൽ പകർന്നിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ആമേൻ സ്തോത്രം. ജയിച്ചവന്റെ അഭിഷേകമാ, തോറ്റവന്റെ അഭിഷേകമല്ല. ജയിച്ച ജയാളിയുടെ അഭിഷേകമാണ്. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളുടെ മുമ്പിൽ ഈ മെസ്സേജ് പറയുമ്പോൾ എന്റെ ജീവിതത്തിലും വലിയ പ്രതിസന്ധികളുണ്ട്. എന്നാൽ ദൈവം എന്നെ ശക്തീകരിക്കുന്നു, ദൈവം എന്നെ ബലപ്പെടും. നിങ്ങളോടും എന്നോടും കൂടിയാണ് ഈ വചനത്തിന്റെ ദൂത് ദൈവാത്മാവ് തരുന്നത്. ആമേൻ. ഇപ്പൊ പറഞ്ഞ ദൂത് ഞാൻ എഴുതി വെച്ചതല്ല, എനിക്ക് പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത്. ആമേൻ. ഈ ഒരു കല്ല് ആമേൻ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കണം, നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തി ആമേൻ ഒരു പ്രതിസന്ധിയിലാകിയാൽ നമ്മൾ ആരും അവരെ കണ്ട് ദുഃഖിക്കുക, ആമേൻ കരയുക, ആമേൻ പ്രാർത്ഥിക്കുക ചെയ്യുവാനേ വേണ്ടുള്ളൂ. അവരെ കുറിച്ച് ഒന്നും പറയരുത്. അല്ലേലും അവൾക്ക് വേണം, അവൾ ചെയ്തതാ എന്ന് പറയരുത്. പ്രിയ മക്കളെ, ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നീ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ആ വ്യക്തി വിടുവിക്കപ്പെട്ടാൽ ഒരു ശുശ്രൂഷ ദൈവം തന്നെ ഏൽപ്പിക്കുന്നു എന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ അർത്ഥം. അങ്ങനെ വേദനയിൽ ഇരിക്കുന്നവരെ ആമേൻ നിനക്ക് ആശ്വസിപ്പിക്കുവാൻ കഴിയും, തകർന്നവരെ ബലപ്പെടുത്തുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഈ ഒരു കല്ലുകൊണ്ട് ഒരു മല്ലനായ ഗോലിയാത്തെ തകർക്കുവാൻ ഈ ഒരു കല്ലിന് കഴിഞ്ഞു. ആമേൻ. ആ കല്ല് അനേകം കഷ്ടങ്ങളിലൂടെ വന്നത് നമുക്കറിയാം. വെള്ളക്കെട്ടിൽ കിടന്ന് അത് വെള്ളം അലയടിച്ച് ഒരുമി ഇത് ഒരു മിനുസമുള്ള കല്ലായി ആമേൻ സ്തോത്രം കർത്താവ് മാറ്റിയെടുത്തതാ. ആമേൻ. ഇത് വെറുതെ ഉള്ളതല്ല. പ്രിയ ദൈവമക്കളെ, അനേക കഷ്ടതയിലൂടെ കടന്നുപോയി, അനേക തീച്ചൂഴയിലൂടെ കടന്നുപോയി, അനേക വെള്ളക്കെട്ടിലൂടെ കടന്നുപോയി, അതിനകത്ത് ഉരുമി മുട്ടി ആമേൻ വലിയ പാറയിലേക്കൊക്കെ വന്ന് മുട്ടി ഇത് നല്ല മിനുസമുള്ള കല്ലായി തീർന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ പറയാം, പ്രിയ ദൈവമക്കളെ, കഷ്ടപ്പാട് നമുക്കുണ്ട് കേട്ടോ. ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തി ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിലും ഇതിന്റെ പിന്നില് നാം കഷ്ടപ്പെടേണ്ടത്, പ്രയാസം അനുഭവിക്കേണ്ടത് ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള പാതയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. തളർന്നു പോകരുത്. ആത്മാവില് നിൽക്കണം, പരിശുദ്ധാത്മാവില് നിൽക്കണം. കർത്താവിന്റെ ദാസൻ തുടക്കത്തിൽ പറഞ്ഞു, ദൈവകൃത പ്രകാരമുള്ള ഏത് പ്രതിസന്ധിയും നമ്മളെ എന്ത് ചെയ്യുന്ന ഉത്സാഹം തരും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. തോറ്റു പുറകിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്, നാം ഉത്സാഹത്തോട് നിൽക്കും. എന്ത് കാര്യം വന്നാലും കർത്താവിന്റെ കൂടെയുണ്ടെന്നുള്ള ഒറ്റ ചിന്തയോടുകൂടെ നിൽക്കുവാൻ ഇടയാകും. ദൈവം നമുക്ക് ഉത്തരം അരുളി ചെയ്തു തരും. ആമേൻ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇതുപോലെ കാലം കർത്താവ് നമ്മെ അനുഗ്രഹിപ്പാൻ, ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഈ അനേകർക്ക് പ്രയോജനകരമായി തീർന്നു. അതിന്റെ 17:41. ആമേൻ സ്തോത്രം. ആമേൻ. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 49-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? ദാവീദ് സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്ത് കവണയിൽ വെച്ച് വീശി ഫെലിസ്ത്യന്റെ നെറ്റിക്ക് എറിഞ്ഞു. കല്ല് അവന്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞു, അവൻ കവിണ്ണു വീണു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. വേറെ ഒന്നും ചെയ്തില്ല പ്രിയ മക്കളെ. ഈ അഭിഷേകം പ്രാപിച്ചവൻ, കഷ്ടപ്പാടിലൂടെ വന്നവൻ, ആമേൻ പ്രതിസന്ധിയിലൂടെ വന്നവൻ, വെള്ളക്കെട്ടിലൂടെ ഉരുമി വന്ന ഈ കല്ല് ദാവീദിന്റെ കയ്യിൽ വന്നപ്പോൾ ഇത് അഭിഷേകമുള്ളതായി മാറുവാനിടയായി. ആമേൻ സ്തോത്രം. സാധാരണ വെള്ളക്കെട്ടിൽ ഉരുമി വന്നതാ. ആമേൻ. ദാവീദിന്റെ കയ്യിൽ വന്നപ്പോൾ ഇത് യുദ്ധത്തിന് കൊള്ളാം. ആമേൻ സ്തോത്രം. ഈ കല്ലിനെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് കേട്ടോ. ഞാൻ അതാ എന്ന് പറയുന്നത്. മനുഷ്യർ തള്ളിയതെങ്കിലും ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ, ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ മാന്യമുള്ള കല്ലാണ്. ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അനേക തള്ളപ്പെടലൂടെ നമുക്ക് കടന്നു പോകണം. അവിടെ ഞാൻ പറഞ്ഞതുപോലെ ദാവീദ് പോയതുപോലെ പോകണം. കാട്ടിലായിരുന്നു ജീവിതം, അവിടെയാണ് ശുശ്രൂഷ ദൈവം അഭ്യസിപ്പിച്ചത്. ആമേൻ. അനേക കഷ്ടപ്പാടിലൂടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ഫെലിസ്ത്യന്റെ മുമ്പില്, അനേക ആയിരങ്ങളുടെ മുൻപില് ദാവീദിനെ മാനിക്കുകയാ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ദാവീദിന്റെ മേൽ പകർന്നിരുന്ന വലിയ അഭിഷേകം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോഷുവയുടെ പുസ്തകം 4-ാം അധ്യായം 8ഉം 9ഉം വാക്യം നമുക്ക് വായിക്കാം. ജോഷുവയുടെ പുസ്തകം 4-ാം അധ്യായം 8ഉം 9ഉം വാക്യം. ആമേൻ സ്തോത്രം. യോശുവ കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ചെയ്തു. യഹോവ യോശുവയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കളുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ല് യോർദാന്റെ നടുവിൽ നിന്നെടുത്ത് ഞങ്ങൾ പാർത്ത സ്ഥലത്ത് കൊണ്ടുപോയി വച്ചു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 49 ഒന്നുകൂടെ വായിക്കാമോ? യോശുവയുടെ പുസ്തകം
4-ാം അധ്യായം 8-9 വാക്യം ഒന്നുകൂടെ വായിക്കാമോ? യോശുവ കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ചെയ്തു. യഹോവ യോശുവയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കളുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ല് യോർദാന്റെ നടുവിൽ നിന്നെടുത്ത് തങ്ങൾ പാർത്ത സ്ഥലത്ത് കൊണ്ടുപോയി വച്ചു. യോർദാന്റെ ആമേൻ. നടുവിലും നിയമപ്പെട്ടകം ചുമന്ന അതെ. പുരോഹിതന്മാരുടെ കാൽ നിന്ന സ്ഥലത്ത് യോശുവ 12 കല്ല് നാട്ടി. അവ ഇന്ന് വരെ മതി. അവിടെ അതെ. ഉണ്ട്. ഓക്കെ, സ്തോത്രം. മതി. അതിന്റെ 6-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം, സമയം പോയത് കൊണ്ടാണ്. അതിന്റെ 6-ാമത്തെ വാക്യം. ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം. ഈ കല്ല് എന്ത് എന്ന് നിങ്ങളുടെ മക്കൾ വരും കാലത്ത് ചോദിക്കുമ്പോൾ യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടകത്തിന്റെ മുമ്പിൽ 2 പിരിഞ്ഞത് നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം. മതി. ആമേൻ. പ്രൈസ് ലോർഡ്. നമുക്കിത് രണ്ടും ഞാൻ വായിച്ചത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആമേൻ, സ്തോത്രം. ഇവിടെ യോശുവ ആമേൻ സംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 ഗോത്ര സംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ല്, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. 12 കല്ല് യോർദാന്റെ നടുവിൽ നിന്നെടുത്തു. ഹല്ലേലൂയ. യോർദാൻ എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ താഴ്വര, നമുക്കറിയാം. അതിനകത്ത് നിന്ന് 12 കല്ലെടുക്കുകയാ. ഒരു തെരഞ്ഞെടുപ്പ് അവിടെ നടക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. തള്ളപ്പെട്ട കല്ല്, ആമേൻ, ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധിയിൽ വന്നപ്പോൾ അത് മിനുസമുള്ള കല്ല്, ആമേൻ, അത് മാന്യതയുള്ള കല്ലായി തീരണമെങ്കിൽ, ആമേൻ, നഷ്ടപ്പെട്ട കല്ല് അത് അടയാളമായി തീരണം. അടയാളം എന്തിനാന്ന് അറിയാമോ? നമ്മുടെ തലമുറകൾ നാളെ നമ്മോട് ചോദിക്കും. ആമേൻ. യോശുവ ഇവിടെ പറയാണ്, ആമേൻ, സ്തോത്രം, നാളെ നമ്മുടെ മക്കൾ ഇത് ചോദിക്കുമ്പോൾ അവർക്കൊരടയാളം വേണം. ഹല്ലേലൂയ. നമ്മുടെ മക്കൾ ചോദിക്കും, നമ്മുടെ മക്കൾ നമ്മളോട് ചോദിക്കുമോ, ഇത്രയും നാള് നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിൽ പറവാനുണ്ടായിരിക്കണം. ആമേൻ, സ്തോത്രം. നിങ്ങൾ അനുഭവിച്ച നന്മകൾ പറയാനുണ്ടായിരിക്കണം. ചിലവര് ഹിന്ദു കുടുംബങ്ങളിൽ നിന്നൊക്കെയും വിശ്വാസത്തിൽ വന്നവര്, ആമേൻ, സ്തോത്രം, അവരോട് ചിലരൊക്കെയും ചോദിക്കും, നീ അങ്ങ് പോയാൽ നിന്റെ മക്കളെ എന്ത് ചെയ്യും? ആരാ കെട്ടിച്ചോണ്ട് പോണത്? ആമേൻ, അവർ മരിച്ചാൽ എവിടെ അടക്കും? ഇതൊക്കെയാ നമ്മുടെ ചോദ്യങ്ങൾ മനുഷ്യരാൽ വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ ദൈവമക്കളോട് പറയാം, ഹല്ലേലൂയ, നമ്മയുടെ വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ട് യഹോവ ഈരെ അതെല്ലാം അവൻ കരുതിക്കൊള്ളും. ഒന്നാമത് അവന്റെ രാജ്യം നീതി അന്വേഷിച്ചാൽ അതിന്റെ പുറകിലെല്ലാം തരുവാൻ മതിയായ ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ മക്കൾക്ക് ഒരു അടയാളമാണ്, നമ്മുടെ മക്കൾക്ക് ഒരു സാക്ഷ്യമാണ്. നാളെ സമയം നമ്മുടെ മക്കൾ ചോദിക്കുമ്പോൾ അവരോട് ഇത് പറയണം. ആമേൻ. ഇത് നിയമപ്പെട്ടകമാ, ഈ കല്ല് ദൈവത്തിന് പ്രയോജനമുള്ളതാ. അതുകൊണ്ട് ഹല്ലേലൂയ, ഈ കല്ലിനെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. ഇത് ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണമുള്ളതാണ് എന്ന് നമ്മുടെ മക്കളോട് പറയുവാൻ ധൈര്യമുണ്ടായിരിക്കണം. ആമേൻ, സ്തോത്രം. നമ്മുടെ മക്കളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് മറുപടി കൊടുക്കാൻ നാം ധൈര്യമുള്ളവരായി തീരണം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം, ആമേൻ, കർത്താവിന്റെ കൃപ നമ്മെല്ലാവരോടും കൂടെ, ആമേൻ, ദൈവ മഹത്വം കാണുവാന്, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാന്, ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കുവാന് എല്ലാം ഇടയായി തീരണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരണം. 1 പത്രോസിന്റെ ലേഖനം, എന്റെ ചിന്തകൾ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ആമേൻ, സ്തോത്രം. അവസാനത്തെ ഒരു ചിന്തയും കൂടെ പറഞ്ഞു ഞാൻ ഇരിക്കും. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. നമ്മൾ ആദ്യം വായിച്ചത് 7-ാം വാക്യമാണ്. ഇപ്പൊ നമ്മൾ വായിക്കാൻ പോകുന്നത് 4-ാമത്തെ വാക്യം. ആമേൻ, സ്തോത്രം. മനുഷ്യൻ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായുള്ള ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാഗം കഴിപ്പാൻ തക്കവണ്ണം. മതി. ആമേൻ, സ്തോത്രം. മനുഷ്യർ തള്ളിയതെങ്കിലും, ആമേൻ, സ്തോത്രം, നാം ആദ്യത്തെ ചിന്ത നമ്മുടെ അതാണ്, തള്ളിയ കല്ല്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 2-ാമത്തേതാണ് നാം വായിച്ചത്, മിനുസമുള്ള കല്ല്. 3-ാമത്തേത് നഷ്ടപ്പെട്ട കല്ല്. ആമേൻ, സ്തോത്രം. 4-ാമത്തേത്, സ്തോത്രം, ഹല്ലേലൂയ, ഇവിടെ നാം വായിക്കുമ്പോൾ പറയുന്നു, തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ല്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഈ കല്ലിനൊരു ജീവൻ വരികയാണ്. എവിടുന്നാണ് ഈ ജീവൻ ലഭിക്കണെന്ന് അറിയാമോ? കാൽവറി ക്രൂശിലൂടെ ലഭിക്കുകയാ. ആമേൻ. തള്ളപ്പെട്ട വ്യക്തി മൂലക്കല്ലായി തീരുന്നു. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലാണ് മൂലക്കല്ല്. നമുക്ക് കഴിവില്ല പ്രിയ മക്കളെ, വിദ്യാഭ്യാസമില്ല, പോഷന്മാരാണ് നമ്മൾ. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണെന്ന് അറിയാമോ? അനേക വിദ്യാഭ്യാസമുള്ളവർ ആമേൻ മാറി നിൽക്കുമ്പോൾ നമ്മെ പോലുള്ളവരെ ദൈവം തിരഞ്ഞെടുക്കാൻ കാരണം എന്തെന്നറിയാമോ? ആമേൻ സ്തോത്രം ചെയ്യുന്ന ശ്രേഷ്ഠമുള്ള കല്ലായി മാറ്റുവാൻ, ജീവനുള്ള കല്ലായി മാറ്റുവാൻ, മാന്യതയുള്ളതായി തീർക്കുവാൻ, അനേക കഷ്ടങ്ങളിൽ കടന്നുപോയ ഒരു വ്യക്തിയെ ദൈവം കൊണ്ടുവരുമ്പോൾ ആമേൻ സ്തോത്രം ചെയ്യുന്നു, മാന്യതയുള്ള കല്ലായി മാറ്റുവാൻ ഇടയാകും, ശ്രേഷ്ഠമായതായി തീർക്കുവാൻ ഇടയാകും, ജീവനുള്ളതായി തീരുവാൻ. കാരണം നമ്മളിൽ ജീവൻ ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ ജീവൻ ഉണ്ടെങ്കിൽ ആ ജീവൻ മറ്റവരിലേക്കും കൂടെ പകരുവാൻ ഇടയാകും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ജീവനുള്ള കല്ലായി അവന്റെ അടുക്കിൽ നിന്ന് ആമേൻ സ്തോത്രം ചെയ്യുന്നു. ആമേൻ സ്തോത്രം. ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ യാഗമായ യേശു ക്രിസ്തു മുഖാന്തരം പണിയപ്പെടണം. ഹല്ലേലൂയ. ആമേൻ. ജീവനുള്ള കർത്താവിന്റെ അടിസ്ഥാനം ഇട്ടേ മതിയാവൂ കേട്ടോ. ക്രിസ്തുവിൽ എത്രേ പണിയപ്പെടുവാൻ പറ്റത്തുള്ളൂ. അവനെ പിരിഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല കേട്ടോ. ആമേൻ. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കാൻ കഴിയത്തില്ല കേട്ടോ. കാട്ടൊലിവായിരുന്നു നമ്മെ അവൻ നല്ല ഒലിവിനോട് നമ്മെ ഒട്ടിച്ചു ചേർത്തിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നല്ല ഫലം കായ്ക്കുവാനാ. പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, ആമേൻ സ്തോത്രം. കർത്താവ് നാം കഷ്ടതയിലൂടെ കടന്നുപോയി, ആമേൻ സങ്കടത്തിലൂടെ നിന്നയിലൂടെ കടന്നുപോയി നാം തിരിച്ചു വരുമ്പോൾ ദൈവം നമ്മെ മാന്യതയുള്ള കല്ലായി മനുഷ്യർ തള്ളിയതായിരുന്നു, എന്നാൽ ശ്രേഷ്ഠതയാക്കി ജോസഫിനെ കൊണ്ട് ലാസ്റ്റ് പോത്തിഫാറിന്റെ ഭവനത്തിലേക്ക് ആക്കി വെച്ചെങ്കിലും പിന്നത്തേലും മഹാനാക്കി തീർത്ത ഒരു ദൈവമുണ്ട്. രാജകൊട്ടാരത്തിലേക്ക്, ഞാൻ ഈ ഭൗതികത്തെ കുറിച്ച് പറയുവല്ല, ആമേൻ സ്തോത്രം, മഹാനാക്കി തീർക്കുന്ന ഒരു ദിവസമുണ്ട്. ആമേൻ. നമ്മെ കർത്താവ് അവിടുന്ന് കർത്താവ് ഇരിക്കുന്നിടത്ത് നമ്മയും കൊണ്ടുപോയി അവിടെ നമ്മെ മഹാനാക്കി തീർക്കുവാൻ ഇടയാകും. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഈ വചനത്തിന്റെ ചിന്ത നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഒന്നുകൂടെ ചിന്തിക്കേണ്ടതാണ്. ആമേൻ. തള്ളിക്കളഞ്ഞ വ്യക്തിയായിരുന്നു ഞാൻ, കർത്താവിന്റെ മിനുസമുള്ളതാക്കി തീർത്തു. ഒരുപാട് കഷ്ടങ്ങളിലൂടെ ഞാൻ കടന്നുപോയതാണ്, എന്നാൽ അവിടെ നിന്നെല്ലാം ദൈവം എന്നെ കരുതുവാനിടയായി. ഇവിടെ ഞാൻ ഒന്ന് ഓർക്കണം, മറന്നു കളയരുത്. ആമേൻ. ദൈവം മാന്യത തന്ന് നമ്മെ അനുഗ്രഹിക്കുമ്പോൾ നാം മറന്നു കളയരുത്. ദൈവാത്മാവിനെ ഓർപ്പിക്കുകയാണ്, കർത്താവ് നമ്മെ ജീവനുള്ള കല്ലായി, മാന്യമുള്ള കല്ലായി, ശ്രേഷ്ഠമുള്ള കല്ലാക്കി തീർക്കും. കാരണം അതിനു മുമ്പ് നമ്മൾ കുഴിയിലൂടെ, കഷ്ടതയിലൂടെ, പ്രയാസത്തിലൂടെ, ഒറ്റപ്പെടലിലൂടെ എല്ലാം കടന്നുപോയവരാ. കാട്ടിൽ ജീവിച്ചതാ ദാവീദ് എന്ന് പറയുന്ന പോലെ ഇതിലൂടെ അവസ്ഥയിലൂടെ കടന്നുപോയതാ. എന്നാൽ ഇവിടെ വന്നപ്പോൾ ആമേൻ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51 അധ്യായം 1 ഇങ്ങനെ പറയുന്നു: നീതിയെ പിന്തുടർന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ, എന്റെ വാക്ക് കേൾപ്പിൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഹല്ലേലൂയ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കല്ല് കഷ്ടതയിലൂടെ കടന്നുപോയി, ഈ കല്ലെല്ലാം തട്ടിമുട്ടി കടന്നുപോയി. ഇവിടെ വന്ന് ദൈവം ജീവനുള്ള കല്ലായി, ആമേൻ സ്തോത്രം, ദൈവം മഹത്വത്തിനായി നിർത്തുമ്പോഴുണ്ടല്ലോ, വന്ന വഴി മറന്നു പോകരുതേ. പ്രിയ ദൈവമക്കളോട് എനിക്ക് പറയാം, വന്ന വഴി മറക്കരുത്. എവിടെ നിന്നാണ് എന്നെ വെട്ടിയെടുത്തത്? ആമേൻ. എവിടെ നിന്നാണ് ഞാൻ വന്നത്? നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറയിലേക്കും തിരിഞ്ഞു നോക്കണം. ആമേൻ സ്തോത്രം. കരയുന്ന നമ്മ അനേകരെ നാം ആയിരുന്നപ്പോൾ നമുക്ക് വേണ്ടി കരഞ്ഞ അനേകരുണ്ട്. അവരെ അങ്ങ് തിരിഞ്ഞു നോക്കണം. എന്നെ എവിടെ നിന്നാണ് ദൈവം വെട്ടിയെടുത്ത് കൊണ്ടുവന്നത്? കാട്ടൊലിവായിരുന്നു, ആർക്കും വേണ്ടാത്തവളായിരുന്നു, പാപത്തിന്റെ ചെഴിയിലായിരുന്നു. ആമേൻ സ്തോത്രം. അവിടുന്ന് നാറ്റമച്ച അവസ്ഥയായിരുന്നു. അതിനകത്തുനിന്ന് രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി നമ്മെ വിടിവിച്ച് കൊണ്ടുവന്ന ദൈവത്തെ മറക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ഓർക്കണം, ഓർക്കണം. ഈ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ഈ കർത്താവിന് വേണ്ടി പോകുവാൻ, ഈ ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ, ആമേൻ സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ ഇടയാകണം. കർത്താവ് നമ്മെ മാനിക്കും കേട്ടോ. നമ്മുടെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും കേട്ടോ. നമ്മുടെ മിനുസമുള്ള കല്ലാ യുദ്ധത്തിന് വേണ്ടി അയക്കും കേട്ടോ. പ്രാർത്ഥനയിൽ പോരാടുന്ന സഹോദരിമാരോട് പറയാം, നിന്റെ കയ്യെ ദൈവം യുദ്ധത്തിന് വേണ്ടി അഭ്യസിപ്പിക്കുകയാണ്. ആമേൻ. ശക്തമായിട്ട് അഭിഷേകത്തിൽ നിറഞ്ഞ് ആത്മനിറവിനോട് പ്രാർത്ഥിച്ച്, ആത്മാവിൽ പ്രാർത്ഥിച്ചില്ലതിനോട് കൽപ്പിച്ചാൽ അതെല്ലാം നീങ്ങിപ്പോകുവാൻ ഇടയാകും. നീങ്ങിപ്പോകുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ദൈവം എന്റെ മേലൊരു ശുശ്രൂഷ ഏൽപ്പിക്കുകയാ.
പറയുകയാണ് ആമേൻ സ്തോത്രം, ആ വിഷയത്തിന്മേലായിരിക്കും അടുത്തൊരു പ്രതിസന്ധി നിനക്ക് വരുന്നത്. നീ അധൈര്യപ്പെട്ടു പോകരുത്. ധൈര്യത്തോട് നിന്ന് അതിനെ ഫൈറ്റ്, ആത്മനിറവോട് അഭിഷേകത്തോട് അതിനോട് എതിർത്ത് നിന്ന് ജയിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. കർത്താവ് നമ്മെ ബലപ്പെടുത്തും, ദൈവം നമ്മെ ശക്തീകരിക്കും. തളർന്നു പോകരുത്, ആരും വിഷമിക്കരുത്, കരയരുത്. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സാഹചര്യങ്ങള് നാം കരയരുതെന്ന് ഉദ്ദേശിച്ചത്, എപ്പോഴും കരയണം. പ്രാർത്ഥനയിൽ ദൈവത്തോട് പറയണം, എന്റെ തലയെ വെള്ളം കൊണ്ടും എന്റെ കണ്ണിനെ കണ്ണുനീര് കൊണ്ട് നിറയ്ക്കണം. അതെന്തിനാന്നറിയാമോ? പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ശത്രു നമ്മളെ പകയ്ക്കുമ്പോൾ, നമ്മുടെ മുമ്പിൽ പ്രതിസന്ധി വരുമ്പോൾ, നാം വിശ്വാസത്താൽ ആമേൻ സ്തോത്രം, ദേവദാസൻ വായിച്ച വാക്യം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഉത്സാഹം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നാം ഇങ്ങനെ ഒതുങ്ങിക്കൂടുവല്ല ചെയ്യുന്ന. ആദ്യം നമ്മൾ ദൈവത്തോട് ചോദിക്കണം, ദൈവം തരുന്നതാണോ, ശത്രു കൊണ്ടുവരുന്നതാണോ, ഇത് ഏത് വഴിയിലാണ് വരുന്നു, അല്ല മനുഷ്യ ശക്തികളാണോ ഇത് കൊണ്ടുവരുന്നതെന്ന് ആദ്യം ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കണം. അത് അറിഞ്ഞ് നാം അങ്ങോട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് യുദ്ധം ചെയ്യണം. പ്രിയ ദൈവമക്കളെ സ്തോത്രം, യുദ്ധം ചെയ്ത് ജയിക്കണം. ആമേൻ, ഇതിനോട് ഫൈറ്റിൽ നിന്ന് ജയിക്കണം. എന്നാൽ മാത്രം ഒരു വിശ്വാസ ജീവിതം, ഒരു ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, വിജയകരമായ ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. മറന്നു പോകരുത്, ദൈവം നമ്മെ മാനിച്ച് ദൈവം നമ്മെ ഉയർത്തുമ്പോഴുണ്ടല്ലോ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. പ്രതിസന്ധികളെ ഏലിയാവ് ചൂരച്ചെടിയിലെ തണുത്ത് ചെന്നിരുന്ന പോലെ ചിലപ്പോൾ നമ്മൾക്ക് പ്രതിസന്ധികൾ വരാം. ആമേൻ, ചിലപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം കേട്ടോ. എന്നാൽ ഹല്ലേലൂയ, ശൂന്യമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം. ആമേൻ, അവിടെ എല്ലാം പിടിച്ചു നിൽക്കണം. എന്നെ നടത്തിയ ദൈവത്തെ ഓർക്കണം. എന്നെ ഇന്നുവരെ ഇവിടം വരെ കൊണ്ടെത്തിയ ദൈവത്തെ മറന്നു കളയരുത്. ആ ദൈവത്തെ ഓർക്കണം പ്രിയ ദൈവമക്കളെ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ ഇന്ന് പകൽക്കാലം എത്ര പേര് തയ്യാറാവും? ഹല്ലേലൂയ. ഒന്നുകൂടെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ, ഒന്നുകൂടെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരുവാൻ. ആമേൻ, ഞാൻ തള്ളപ്പെട്ടവളായിരുന്നു, മനുഷ്യരാൽ തള്ളപ്പെട്ടവളായിരുന്നു, സുവിശേഷ നിമിത്തം എന്നെ ഒറ്റപ്പെടുത്തിയതായിരുന്നു, കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ടതായിരുന്നു. ആമേൻ സ്തോത്രം, സങ്കടങ്ങളേറെ അനുഭവിച്ചു. ആമേൻ, ദുഃഖങ്ങളേറെ അനുഭവിച്ചു. ഇനി എന്ത് ചെയ്യുമെന്ന് ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ ആമേൻ സ്തോത്രം, ഞാൻ ഒന്ന് പറയാം, ഒന്നും ചെയ്യുവാനില്ല. വിളിച്ചവന്റെ മുഖം ഒന്നുകൂടെ ദർശിക്കണം. ആ അപ്പനോട് ഒന്നുകൂടെ പറ്റിയിരിക്കണം. ആമേൻ, കാലേബ് യഹോവയോട് പറ്റി നിന്നു. ഹല്ലേലൂയ, പൂർണ്ണമായി പറ്റി നിന്നു എന്ന. ആമേൻ, അല്പമായിട്ടല്ല, പൂർണ്ണമായി പറ്റി നിന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, മറിയ പാദപീഠത്തിൽ നിന്ന് നല്ല അംശം തെരഞ്ഞെടുത്തുകൊണ്ടിരുന്നു. അവളുടെ ഹൃദയത്തിൽ നിന്ന് അത് ആരും അപഹരിച്ചുകൂടാ. ആമേൻ, ഈ പ്രത്യാശ കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കും, നമുക്ക് ധൈര്യം തരും, കർത്താവ് നമ്മെ ഉറപ്പിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്താൽ ആമേൻ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഒന്നുകൂടെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി. ആമേൻ, ദൈവം നിങ്ങളെ ബലപ്പെടുത്തുന്നതാണ്. ഇന്ന് പകൽക്കാലം സമർപ്പിച്ചാട്ടെ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും വചനത്തിൻപാകെ തങ്ങളെ തന്നെ സമർപ്പിച്ച് ഒന്നുകൂടെ ഒരുങ്ങുവാൻ. ആമേൻ, സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്റെ സമയം കഴിഞ്ഞു. ആമേൻ സ്തോത്രം. എനിക്ക് സമയം തന്ന കർത്താവിന്റെ ദാസനോട് പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് ഈ കേൾക്കപ്പെട്ട ഈ വചനത്തിന്റെ മുൻപാകെ ഞാൻ എന്നെ തന്നെയും കൂടെ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളം